നമസ്കാരം. ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേലയെക്കുറിച്ച് മാർട്ടിൻ കലുങ്കു ബെൻഡ എന്ന എഴുത്തുകാരൻ നേതൃത്വം നെൽസൺ മണ്ടേല മാതൃക എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അമിതാധികാരത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: അധികാരം ഒരു ഉപകരണമാണ്. അധികാരം അധികമാകുമ്പോൾ പല നേതാക്കളിലും സ്വേച്ഛാധിപത്യ പ്രവണതയുണ്ടാകും. എല്ലാം തന്നിഷ്ടം പോലെ നടത്താനുള്ള പ്രവണതയുണ്ടാകും. അധികാരത്തിൻ്റെ വിനിയോഗം ഭാഗികമായി നിയന്ത്രിച്ചാലേ മറ്റുള്ളവർക്ക് വളരാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. ഇനി രണ്ട് കഥയാകാം. ഒരിക്കൽ ഒരു ഏകാധിപതി തന്നെക്കുറിച്ചുള്ള പ്രജകളുടെ അഭിപ്രായം അറിയാൻ വേഷം മാറി സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു സിനിമാ തിയേറ്ററിൽ കയറി. സിനിമ ആരംഭിക്കുന്നതിന് മുമ്പ് സ്ക്രീനിൽ തൻ്റെ രൂപം തെളിയുന്നതും ആളുകൾ ഭയഭക്തി ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതും കണ്ട് ആ ഏകാധിപതി ഒരു സീറ്റിൽ മതിമറന്നിരുന്നു പോയി. അപ്പോൾ അയാളുടെ തോളത്ത് തട്ടി വിളിച്ച് അടുത്തിരുന്നയാൾ പറഞ്ഞു, വേഗം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചോളൂ. ആ പരമദുഷ്ടൻ്റെ ശിങ്കിടികൾ ആരെങ്കിലും കണ്ടാൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലും. ഇനി രണ്ടാമത്തെ കഥ. വെനസ്വലയുടെ ഏകാധിപതിയായിരുന്ന വിൻസെൻ്റ് ഗോമസിന് തൻ്റെ ശത്രുക്കൾ ആരെല്ലാമാണെന്ന് അറിയണം. അത് കണ്ടുപിടിക്കാനായി ഒരു തന്ത്രം പ്രയോഗിച്ചു. ജനറൽ വിൻസെൻ്റ് മരിച്ചു എന്ന് വാർത്തയുണ്ടാക്കി. വാർത്ത എല്ലാ ദിക്കിലും പരന്നു. അതുകേട്ട് കൊട്ടാരമുറ്റത്ത് ആളുകൾ ഓടിക്കൂടി. ആടിയും പാടിയും അത് ആഘോഷമാക്കി. ഭയങ്കരമായ ആഘോഷം തന്നെ. പെട്ടെന്ന് മരിച്ചയാൾ എഴുന്നേറ്റിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു: ഇവന്മാരെ എല്ലാം വെടിവെച്ച് കൊല്ലുക. പട്ടാളക്കാർ അത് തന്നെ ചെയ്തു. പിന്നീട് അയാൾ ശരിക്കും മരിച്ചു. എങ്കിലും ആളുകൾക്ക് പേടിയായിരുന്നു. മിലിറ്ററി യൂണിഫോമൊക്കെ ഇട്ട് ആയിരുന്നു അദ്ദേഹത്തെ സിംഹാസനത്തിൽ ഇരുത്തിയിരുന്നത്. ജനങ്ങൾ ശവത്തിൻ്റെ ചെവി പിടിച്ച് തിരിച്ചു നോക്കി. മരിച്ചോ എന്നുറപ്പാക്കാനായിരുന്നു. ഈ രണ്ടു കഥയും നമ്മുടെ രാജ്യത്തെ ഒരു ദാസന്മാരെയും വിജയന്മാരെയും ഉദ്ദേശിച്ചല്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.